Yes. 1 second. Hello. Yeah, voice clear ആണ്. Yeah. Hello everyone. Welcome to Rails Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT-യിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സെക്ഷനാണ് നമ്പർ സിസ്റ്റം. ഓക്കെ, ICT-യിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും. അത് എല്ലാ എക്സാമിനേഷൻ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലേക്കുള്ള പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ് പോലെ എല്ലാ എക്സാമിനേഷനും ഈ ഒരു ഭാഗത്ത് എന്ത് തന്നെയായിരിക്കും, നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഷുവർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതിൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസ് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടൽ, ഓക്കെ, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, അങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് പഠിക്കാനുണ്ട്. എല്ലാ കോമ്പിനേഷൻസിന്റെയും ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നതായിരിക്കും. PYQs ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു പ്രോബ്ലം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കാണുന്ന ആളുകൾ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കോ നോട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു രീതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കോ പേപ്പറോ അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക കാര്യങ്ങളൊക്കെ. കാരണം ഇതൊരു കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, വായിച്ച് പഠിക്കേണ്ടതല്ല. ഓക്കെ, എനിവേ ഐ സ്റ്റാർട്ട് ദ സെഷൻ. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അക്കാഡമിയുടെ ഒരു ലേണിംഗ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ അക്കാഡമിയുടെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ ടോപ്പിക്സിന്റെയും ഫൗണ്ടേഷൻ വീഡിയോസ്, ഓക്കെ, കംപ്ലീറ്റ്ലി ഫൗണ്ടേഷൻ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, ഞാൻ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഐ സ്റ്റാർട്ട് ദ സെഷൻ. ഓക്കെ, അപ്പം സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഈ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അങ്ങനെ അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. പക്ഷെ ഞാൻ ബേസിക്സ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ അറിഞ്ഞിട്ട് ആ പ്രോബ്ലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഈ സമയത്ത് ഇത് മാക്സിമം എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം പ്രോബ്ലത്തിലോട്ട് പോകാട്ടോ. അപ്പൊ ആദ്യം ഞാൻ ജസ്റ്റ് ബേസിക്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ നമുക്ക് നമ്പർ സിസ്റ്റം നമുക്ക് പ്രധാനമായിട്ട്, 1 സെക്കൻഡ്, നമ്പർ സിസ്റ്റം, റൈറ്റ്. യാ, ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് 4 സെക്ഷൻസ് ആയിട്ടാണുള്ളത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എന്താണ്, ബൈനറി ആണ്. ഓക്കെ, ബൈനറി, ഇതിന്റെ ബേസ് 2 ആണ്. അതുപോലെ ഡെസിമലിന്റെ ബേസ് 10 ആണ്. നോട്ട് ഡൗൺ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഒക്ടൽ എന്ന് പറയുമ്പം അതിന്റെ ബേസ് 8 ആണ്. പിന്നെ വരുന്നതാണ് എന്ത്, ഹെക്സാഡെസിമൽ. ഓക്കെ, ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് 16 ആണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 4 ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ 4 ഭാഗങ്ങളായിരിക്കും നമ്പർ സിസ്റ്റം നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്യാൻ പോകുന്ന 4 ഭാഗങ്ങൾ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ബൈനറി എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബൈനറി എന്ന് പറയുമ്പോൾ എന്താണ്, ആ വേർഡ് മീനിങ് തന്നെ, ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു മീനിങ് ഉണ്ട്. എന്താണ് ബൈനറി? ബൈസൈക്കിൾ, അല്ലെ, ബൈസൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, 2 ടയറുള്ള ഒരു വാഹനം. ബൈനോക്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്, 2 ലെൻസ് ഉള്ളത്. അപ്പൊ ബൈ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ 2 വാല്യൂസ് ആണുള്ളത്. അതായത് ബൈനറി വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, 0 and 1 ആണ്. ഓക്കെ, അപ്പം അതിന്റെ ഉള്ളിൽ എന്താണ്, 1010 ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ 2 വാല്യൂസ് മാത്രമായിരിക്കും ആ ഒരു എന്താ പറയുക, ഫേസ് വാല്യൂവിനുള്ളിൽ വരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ബൈനറി വരിക. ഫൈൻ. ഇനി ഡെസിമലിലോട്ട് വരുന്ന സമയത്ത് എന്താണ്, ഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ്, 10 എന്നുള്ള മീനിങ് ആണ്, റൈറ്റ്. അപ്പം ഇവിടെ നമ്മൾ എന്താണ്, 0 1 എവറിഥിങ് സ്റ്റാർട്ട് വിത്ത് 0. അത് നിങ്ങൾ ആ ലോജിക്ക് എപ്പോൾ മനസ്സിലാക്കണേ. ഈ നമ്പർ സിസ്റ്റത്തിൽ എല്ലാ ഫേസ് വാല്യൂസും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, 0ന്റെ ബേസിലായിരിക്കും. ഓക്കെ, 0 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, 1 2 3 4 5 6 7 8 9 10. ടോട്ടൽ എത്രയാണ്, 10 വാല്യൂസ് ആണ്. അപ്പം ഡെസിമൽ ആണ് എന്ത്, ടോട്ടല് 10 വാല്യൂസ് ആണ് വരിക. ഓക്കെ, പിന്നെ വരുന്നതാണ് ഒക്ടൽ ആണ്. ഓക്കെ, ഒക്ടൽ ജസ്റ്റ് നോക്കാം. ഒക്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്, 8 വാല്യൂസ് ആണല്ലേ. അപ്പം 0 1 2 3 4 5 6 7, റൈറ്റ്. അപ്പൊ എന്താണ്, ഇവിടെ ടോട്ടൽ 8 വാല്യൂസ് ആണ്. ഇനി ഹെക്സാ ഡെസിമലില് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഇവിടെ എന്താണ്, 0 1 2 3 4 5 6 7
8 9. ഓക്കെ, ടോട്ടൽ എത്രയാണ്? 9 വാല്യൂസ് ആണ്. സോറി, ഇവിടെ ടോട്ടൽ 10 വാല്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്? 16 വേണം, റൈറ്റ്? അപ്പൊ നമുക്ക് ഇവിടെ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? 10 എന്ന് പറയാൻ പറ്റില്ല. കാരണം 10 എന്ന് പറയുമ്പോൾ എന്താണ്? 1ന്റെയും 0ന്റെയും കോമ്പിനേഷൻ ആണ്. 11 എന്ന് പറയുമ്പോൾ 1ഉം 1ഉം കോമ്പിനേഷൻ ആണ്. 12 എന്ന് പറയുമ്പോൾ 1ഉം 2ഉം കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം എന്താണ്? ഇവിടെ എ ബി സി ഡി ഇ എഫ് 6 10ഉം 6ഉം 16. ഇതാണ് എന്ത്? ഹെക്സാഡെസിമലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഇതാണ് എന്ത്? നമ്പർ സിസ്റ്റത്തിന്റെ വാല്യൂസ് ഈ രീതിയിലാണ് വരിക. ഓക്കെ, ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിപ്പം ഭാഗത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബേസിക്സ് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ഫൈൻ. ഇനി നമുക്ക് എന്താണ്? ഞാൻ ഒന്ന് റേസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വേണ്ടുന്നവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡ്. യാ, നെക്സ്റ്റ് നമുക്ക് എന്താണ്? പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനത്തെ നമ്പർ തരികയാണ് 47, അതിന്റെ ബേസ് വാല്യൂ 10. അപ്പൊ ഈ 47 എന്ന് പറയുന്നതിന്റെ പേരെന്താണ്? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫേസ് വാല്യൂ. ഓക്കെ, ഇതിന് വിളിക്കുന്ന പേരാണെന്ത്? ഫേസ് വാല്യൂ. ഇവിടെ താഴെ വരുന്ന ഈ ഒരു കുഞ്ഞു നമ്പർ ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബേസ് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, എന്താണ് ഫേസ് വാല്യൂ, അതുപോലെ തന്നെ എന്താണ് ബേസ്, നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫൈൻ. അപ്പം ഇതാണെന്ത്? നിങ്ങൾ ഈ ബേസിക്സിന്റെ ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനെ വേറെ കുറച്ച് പേരുകളിൽ അറിയപ്പെടുന്ന പല പേരുകൾ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ബൈനറി നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് 2 എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഡെസിമലിനെ വിളിക്കുന്ന പേര് ബേസ് 10. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് രണ്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ബേസ് 10, അതുപോലെ തന്നെ ബേസ് 10. ഈ ബൈനറി ഡെസിമലിനെ നമ്മൾ ബേസ് എന്നുള്ളൊരു വേർഡിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അവിടെ റെക്കഗ്നൈസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ഇതിന്റെ ബേസിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഒരു ഫൗണ്ടേഷൻ ഇതിലുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രോബ്ലംസിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ഫൈൻ, ഞാൻ റേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പ്രോബ്ലം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മുഖം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഫൈൻ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ്. അപ്പം എന്റെ ഒരു സെക്ഷൻ തന്നെ അവിടെ മൊത്തം പോവാണല്ലോ വെറുതെ. അപ്പൊ എന്റെ മുഖം എനിക്ക് ഇപ്പൊ കാണുന്നില്ല. പ്രോബ്ലം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഈ ഭാഗം മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ. അപ്പൊ നമ്മളിവിടെ അപ്പൊ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെസിമൽ ടു ബൈനറി ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെസിമൽ ടു ബൈനറി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ ടു ബൈനറി ചെയ്യാം. ഫൈൻ. അപ്പൊ ഡെസിമൽ ടു ബൈനറി ചെയ്യുന്ന സമയത്ത് അപ്പൊ ഡെസിമൽ വാല്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഫോർ എക്സാമ്പിൾ 47. ഓക്കെ, ബേസ് 10 ആയിരിക്കും, കാരണം എന്താണ്? ഡെസിമൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 84. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഇതിന്റെ വാല്യൂസ് ഉണ്ടാകുക. 101. ഓക്കെ, സോറി, 101 അല്ല, നമുക്ക് എന്താണ് ഇപ്പം പിന്നെ 62 ഫോർ എക്സാമ്പിൾ. 10 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വരും 47, അതിന്റെ ബേസ് 10 നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ബൈനറി വാല്യൂ എത്രയായിരിക്കും എന്നായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 47 ഈ ബേസ് 10 നമുക്ക് എങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് നോക്കാം. യാ, അപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം? 3 സെക്ഷൻ, ഇതിനെ ഒരു ഡിവിഷൻ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ 47 എന്നുള്ളൊരു വാല്യൂ നമ്മൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യാം? 2 ബോക്സ് വരയ്ക്കുക. ഫൈൻ. എന്നിട്ട് എന്താണ്? നമ്മളിവിടെ ഒരു ഡെസിമൽ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബൈനറി വാല്യൂയിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ബേസ് 2 വരുന്ന വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതിലേക്കാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അതിന്റെ ആ നമ്പർ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ആദ്യം ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാം. 47 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ 2 2s are 4, റൈറ്റ്? 2 2s are എന്താണ്? 4 ആണ്. അതുപോലെ തന്നെ പിന്നെ 3 2s are 6, റൈറ്റ്? 3 2s are 6. അപ്പോൾ 47 മൈനസ് 46 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. അപ്പം കോയിഷ്യന്റ് എത്രയാണ്? 23 ആണ്. ഇതാണ് കോയിഷ്യന്റ്. അതുപോലെ തന്നെ 1 എന്ന് പറയുമ്പോൾ എന്താണ്? റിമൈൻഡർ ആണ്.
ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക? ആദ്യം 23 നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇവിടെ 23 നമ്മൾ എഴുതി. ഈ 1 നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 1 ഇട്ടു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെയും ചെയ്യാം. ഇവിടെ നമ്മൾ 23 ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നില്ല, നമുക്ക് ജസ്റ്റ് മനക്കണക്ക് വഴി നമുക്ക് ചെയ്തൂടെ. ഇവിടെ 2 ഉണ്ട്, ടൂവിന്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താലാണ് 47 കിട്ടുക? അപ്പൊ നമുക്ക് മനസ്സിലായി 23 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 46 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഒന്ന് ബാക്കി വരും, ആ ബാക്കി എന്ത് ചെയ്യും, എവിടെ എഴുതിയാലും മതി. ഫൈൻ. അപ്പൊ ഇത് ഞാൻ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഡയറക്റ്റ് അത് പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് എന്താണ്, ഇനി നമ്മൾ വീണ്ടും ഇവിടെ 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ 2 എത്രയാണ്, 23 നമുക്ക് നോക്കാം അല്ലെ. 11 2 സാർ എത്രയാണ്, 22 ആണ്. അപ്പം 11 നമ്മൾ ഇതൊക്കെ മനക്കണക്ക് ഇനി ഞാൻ ചെയ്യുന്നില്ല. 11 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 23, സോറി 22. അപ്പൊ ബാക്കി 1 ഇവിടെ നമ്മൾ എഴുതി, റൈറ്റ്, 1 എഴുതി. ഈ വീണ്ടും 2 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ താഴ്ന്നതാണ് കൂട്ടോ. യാ, ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഇനി എത്ര 2 സാർ ആണ്, 11. ഓക്കെ, 5 2 സാർ 10 ആണ്. ഓക്കെ, 5 2 സാർ 10 ആണ്. അപ്പൊ അതിന്റെ ബാക്കി റിമൈൻഡർ 1 ഇവിടെ വരും. യാ, ഇനി വീണ്ടും 2 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി എത്രയാണ്, എത്ര 2 സാർ ആണ്, 5 2 2 സാർ 4 ആണ്. 2 2 സാർ 4 ആണ്. ഓക്കെ, അതിന്റെ ബാക്കി റിമൈൻഡർ വരുന്നത് 1 നമ്മൾ ഇവിടെ എഴുതുകയാണ്. വീണ്ടും നമ്മൾ എന്താണ്, ഇവിടെ 2 ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, ഇവിടെ 2 1s are 2 ആണ് അല്ലെ. 2 1s are 2 ആണ്. ഇവിടെ റിമൈൻഡർ എന്താണ്, ഇവിടെ 0 ആണ്. അപ്പോൾ ഇതോടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 1 വരുന്നതോടുകൂടി ഇത് ഇവിടെ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. റൈറ്റ്, ഇനി എന്താണ്, ഇനി ഈസിയാണ്. ഇവിടെ 1 ഉണ്ട്, റൈറ്റ്. ഇത് ഇവിടെ നിന്ന് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നേരെ എഴുതാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ഫസ്റ്റ് വരുന്ന വാല്യൂ എത്രയാണ്, 1 ആണ്. 1 പിന്നെ 0, അതിനുശേഷം 1, അതിനുശേഷം 1, അതിനുശേഷം 1, അതിനുശേഷം 1. യെസ്, 47 ബേസ് 10 നമ്മൾ എന്ത് ചെയ്തു, നമ്മള് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തു. സോ സിമ്പിൾ. ഇതാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഒരു മെത്തേഡ് എന്നുള്ളത്. ഇതാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ ഡെസിമൽ ടു ബൈനറി എന്നല്ല, ഇനി ഏതിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഡെസിമൽ ടു എന്താണ്, ഒക്ടൽ ചെയ്യാണ്. ഒക്ടൽ ചെയ്യാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 2ന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ 8 ഇട്ട് കൊടുത്താൽ മതി. സി, മനസ്സിലായല്ലോ. ഏതിലോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺവേർട്ട് ചെയ്യേണ്ടത്, ആ വാല്യൂ ഈ 3 കോളത്തിന്റെ ഫസ്റ്റ് സൈഡ് കൊടുത്തിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അതിന്ന് കിട്ടുന്ന ഈ കോഷ്യന്റും അതിന്റെ റിമൈൻഡറും വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു വാല്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എത്തിക്കാൻ പറ്റും. റൈറ്റ്, ഇതാണ് എന്ത്, ഇതിന്റെ ഒരു ഫസ്റ്റ് മെത്തേഡ്. ഇനി ഞാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് നിങ്ങൾ ട്രെയിൻ ചെയ്യാം, മാക്സിമം ട്രെയിൻ ചെയ്യാം. ഇനി വേറൊരു മെത്തേഡ് എപ്പം ഞാൻ പറഞ്ഞുതരാം. ആ മെത്തേഡ് നിങ്ങൾ എപ്പോൾ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത്, വീഡിയോ പോസ് ചെയ്തൊക്കെ നോട്ട് ഡൗൺ ചെയ്യണേ. ഇങ്ങനെ എറേസ് ചെയ്ത് പോകുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് വീഡിയോ ബാക്ക് അടിച്ചിട്ട് കാണാൻ പറ്റുന്ന അറിയുന്നതുകൊണ്ട് എങ്ങനെ എറേസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വളരെ തീരെ സമയമില്ല. എക്സാമിനേഷൻ ഹാളില് കാര്യങ്ങൾ കൈമുന്ന് പോയി, തീരെ സമയമില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കുറെ ചെയ്യുന്ന ഒരുപാട് സമയമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് ചെയ്യണം എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്ത് ചെയ്യുക, ബൈനറിന്റെ വാല്യൂസ് ചെയ്ത 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3, 2 പവർ 4, 2 പവർ 5, 2 പവർ 6. ഓക്കെ, അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ഏതിന്റെയും പവർ 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, 0 അല്ല, ഏതിന്റെങ്കിലും പവർ 0 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 500 ആയിക്കോട്ടെ, 600 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും അതിന്റെ പവർ വാല്യൂ വരുന്ന 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, 2 പവർ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ആണ്. ഓക്കെ, 2 പവർ 2 ഇത് മനസ്സിലായി. 2 പവർ 2 എങ്ങനെ ചെയ്യാം, 2 പവർ 1 എങ്ങനെ ചെയ്യാം. അപ്പം 2 പവർ 2 എങ്ങനെ, 2 ഇൻറ്റു 2, രണ്ടോട്ടം ചെയ്താൽ അത്ര കിട്ടുക, 4. ഓക്കെ, ഇനി 2 പവർ 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, ഇപ്പൊ 2 2 സാർ 4, 4 2 സാർ 8. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ 8 എന്ന് എഴുതുക. ഇനി 2 പവർ 4 എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, 2 2 സാർ 4, 4 2 സാർ 8, 8 2 സാർ എത്രയാണ്, 16. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ 2 പവർ 5 വരുന്നത് 32 ആണ്. 2 പവർ 6 വരുന്നത് എന്താണ്, 64 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സെറ്റ് ആക്കി വെക്കുക.
ഓക്കെ, ഇത് എല്ലാം കോമൺ ആണ്. ഇത് ഈ ക്വസ്റ്റ്യന് മാത്രമല്ല, ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്ത് ഈ രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫൈൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ 47 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ടത്. റൈറ്റ്. 47 ബട്ടൺ അല്ലേ? യാ, 47 ബട്ടൺ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ പവർ വാല്യൂസ് നമുക്ക് നോക്കാം. ഇപ്പൊ 47 ഇവിടെ ഏത് വാല്യൂസ് കൂട്ടിയാലാണ് 47 കിട്ടുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോ നമ്മളിവിടെ എന്താണ്, ഇവിടെ ഏതൊക്കെയോ കോമ്പിനേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 47 കിട്ടും. റൈറ്റ്. ഇപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് എടുക്കാം. അതായത് ഇപ്പം 1, 2, 4, 8, 32. റൈറ്റ്. യാ, 32. അപ്പം ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക, 32 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. 32, 8, 4, 2, 1. ഇത് മൊത്തം നമുക്ക് ആഡ് ചെയ്ത് എത്ര കിട്ടും, നമുക്ക് 47 കിട്ടും. റൈറ്റ്. അപ്പം ഡെസിമൽ വാല്യൂ ഉണ്ടാവും. അത് 47 ആയിക്കോട്ടെ, ഏത് നമ്പർ ആയിക്കോട്ടെ, അതിനെ നമ്മൾ ഈ പറയുന്ന ഈ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ വാല്യൂസിന്റെ ഏതൊക്കെയോ കോമ്പിനേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂസ് കിട്ടും. അത് ഏതാണ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ 1 ഉണ്ട്, ഇത് വരുന്നുണ്ട്. അപ്പം ആ വരുന്ന ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ താഴെ 1 ഇട്ട് കൊടുക്കുക. 1, 1, 1, 1, 0, 1. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 1, 0, 1, 1, 1, 1. അതിന് ബേസ് വാല്യൂ 2 ഇട്ട് കൊടുക്കുക. അണ്ടർസ്റ്റുഡ്? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് കാണുമ്പം ചിലപ്പം ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോ ചെയ്ത രീതി ഭയങ്കര ഈസി ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഭയങ്കര ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 47 എന്നുള്ളതിനെ ഈ രീതിയിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് വരുന്നത്, ഡെസിമൽസ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പം 47 അതുപോലെ തന്നെ ബേസ് 10 വന്നല്ലോ. ഇനിയിപ്പോ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വരാം. ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇതാണ് നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ. ഇനി ചിലപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. 47.25 ഫോർ എക്സാമ്പിൾ. 25നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഡെസിമൽ ആണ്, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ നിങ്ങൾ ഒരു ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ ഡെസിമൽ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇപ്പം റീസെന്റ് ആയിട്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നത് നോക്കാം. ഓക്കെ. 1 സെക്കൻഡ്, ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ടേ. മൊത്തം ഇറേസ് ചെയ്യാൻ ഞാൻ അത് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പറഞ്ഞുതരാം. യാ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 47.25. റൈറ്റ്. ഈ ഡെസിമലിനെ നമ്മൾ എന്ത് ചെയ്യണം, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫൈൻ. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 47 നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന വാല്യൂ ആണ്, നമ്മളത് ചെയ്തു. അപ്പൊ അത് ആ രീതി തന്നെ ചെയ്യുക. ഡെസിമലിന് ഈ ഒരു പോയിന്റിന് മുന്നേ ഉള്ള ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓർ സെക്കൻഡ് മെത്തേഡ് നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം 10, 11, 11. പിന്നെ ഡെസിമലിന് ശേഷം വരുന്നതാണ് 25 ആണ്. റൈറ്റ്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് 0.25 നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്തേക്ക് മാറ്റി എഴുതുക. നമ്മൾ ഇവിടെ മുന്നേ എന്താ ചെയ്തത്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഡെസിമലിന് ശേഷമുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ. അപ്പൊ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടും. റൈറ്റ്. അതായത് ഇവിടെ എന്താണ് 0.50 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 0 നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പാസ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഇവിടെ 0 നീക്കുക. ഈ 0.50 നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ താഴത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പം 0.50 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 1.50.
സീറോ സീറോ കിട്ടി. അപ്പം ഈ വണ്ണ് നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. വണ്ണെന്ന് എഴുതി, ഈ സീറോ ഇവിടെ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഇതിന് വാല്യൂ ഇല്ല. അപ്പൊ സീറോ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സീറോ, അതിന്റെ കൂടെ എന്ത് കിട്ടി, വണ്ണ് കിട്ടി. അപ്പോ എന്താണ് ഇത്, ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. 0.01 ബേസ് വാല്യൂ 2. ഇതാണ് ഡെസിമൽ വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസൈസ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും. ജസ്റ്റ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്താണ്, ബൈനറി ടു ഡെസിമൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. 1 സെക്കൻഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ബൈനറി ടു ഡെസിമൽ ആണ്. ഇത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസി ആട്ടോ. മറ്റേതിന്റെ അത്ര അത് ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയല്ല. ബട്ട് ഈവൻ ദോ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ബൈനറി ടു ഡെസിമൽ. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇപ്പം 10 10 10. ഓക്കെ, ഇതെന്താണ്, ഒരു ബൈനറി നമ്പർ ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ബൈനറി ടു ഡെസിമൽ ആണ്. ഇതൊക്കെ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുത്തിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഈ എന്താണ് ആ ഒരു ഫ്ലോറസെന്റ് ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോട്ട് ഡൗൺ ചെയ്യണം അതിന്റെ ഹെഡിങ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബൈനറി ടു ഡെസിമൽ വേറെ രീതിയാണ്, ഡെസിമൽ ടു ബൈനറി വേറെ രീതിയാണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ലാസ്റ്റ് നിങ്ങൾക്ക് മറിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ബൈനറി ടു ഡെസിമലിന് ഈ രീതിയാണ്, ഡെസിമൽ ടു ബൈനറിന് ആ രീതിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് 10 10 10 ബേസ് വാല്യൂ 2 നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ബൈനറി വാല്യൂനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ താഴത്തോട്ട് എടുത്ത് എഴുതുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിട്ട് എഴുതുക. ഓക്കെ, 1 0 1 0 1 0. ഓക്കെ, ഇങ്ങനെ വിട്ട് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ ഞാൻ ചെയ്ത അതേ രീതി തന്നെ ഇതിനൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ വാല്യൂ കൊടുക്കുക. ഓക്കെ, 2 power 1, 2 power 2, 2 power 3, 2 power 4, 2 power 5. ഓക്കെ, ഇങ്ങനെ വാല്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതെങ്ങനെ വാല്യൂസ്, ഇപ്പൊ 2 പവർ 0 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓക്കെ, അത് ഇവിടെ ഇൻറ്റു ആണ്, ഇതിനാണ് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പൊ 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 തന്നെ ആയിരിക്കും, റൈറ്റ്, ബിക്കോസ് ഇവിടെ 0 ആണ്, എന്ത് ഇൻറ്റു ചെയ്യുമ്പോൾ 0 ആയിരിക്കും, റൈറ്റ്. ഇനി 2 പവർ 1 ഇൻറ്റു 1, 2 പവർ 1 എന്ന് പറയുമ്പോൾ എന്താണ്, 2 ആണ്. 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, അവിടെ 2 ആയിരിക്കും. ഓക്കെ, ഇനി 2 പവർ 2 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നോക്കണ്ട, 0 ആണ്. 2 പവർ 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, അവിടെ പിന്നെ 8 അല്ലെ, 8 ആണ് വരിക. ഓക്കെ, 2 പവർ 4 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അതുപോലെ തന്നെ 2 പവർ 5 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, അവിടെ 32, റൈറ്റ്. 32 ആണ് വരിക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് പ്ലസ് സൈന് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് 32 പ്ലസ് 0 പ്ലസ് 8 പ്ലസ് 0 അല്ല, 32 പ്ലസ് 8 പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാണ്, 42 ആണ്. 42 നമുക്ക് ഡെസിമൽ വാല്യൂ കിട്ടി. ഇത്രയും ഈസിയാണ് ഈ ഒരു കാര്യം. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് ഈ 2 പവർ 0, 2 പവർ 1, 2 പവർ 2 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് അത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. അത് മൊത്തം സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത് ബൈനറി ടു ഡെസിമൽ വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് എന്തിനുള്ള സാധ്യത ഉണ്ട്, ഡെസിമൽസ് വരുന്ന സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. എങ്ങനെ 10 അല്ല, ഇങ്ങനെ വേണ്ട, 11 11101.101 ഇങ്ങനെ ഡെസിമൽ വരുന്ന ഈ രീതിയിലുള്ള വാല്യൂസ് വന്നേക്കാം. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം, ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതിന് നമുക്ക് എന്താണ്, ഇതേപോലെ തന്നെ വേറൊരു രീതിയുണ്ട്, ഞാനൊന്ന് പറഞ്ഞുതരാം. ലെറ്റ് മീ റേസ് ദിസ്, പോസ് ചെയ്തിട്ട് നോട്ട് ഡൗൺ ചെയ്യാട്ടോ, ഞാൻ വായിക്കുന്നുണ്ട്. യാ 11101.101.
യാ ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം 1 1 1 0 1 പോയിന്റ് കൊടുക്കുക 1 0 1. ഓക്കെ, നേരത്തെ നമ്മൾ ഈ പോയിന്റിന്റെ ഇവിടുന്ന് മുതൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം തന്നെ എന്താണ് ഇവിടെ 2 പവർ 0 2 പവർ 1 2 പവർ 2 2 പവർ 3 2 പവർ 4. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇവിടെ എടുത്ത് എഴുതുക കേട്ടോ. യാ 1 യാ 1 1 അതുപോലെ 0 0 2 പവർ 2 പവർ 2 അല്ലേ 4. അതുപോലെ ഇവിടെ എന്താണ് 8, അതുപോലെ ഇവിടെ 16. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാ വന്നുള്ളത്. ഇനി എന്താണ്, ഇനി പോയിന്റിന് ശേഷം ഈ 101 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഈ പോയിന്റിന് ശേഷം ഇവിടെ 0 ഓൾറെഡി ഉണ്ടല്ലോ, അപ്പം ഇങ്ങോട്ട് എന്താണ് 1 2 3 അല്ലേ, അപ്പം നമ്മൾ എന്താണ് ഒരു എടുക്കുകയാണെന്ന് ഇപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും -1 ആയിരിക്കും, റൈറ്റ്. ഇപ്പൊ ഇവിടെ എന്താണ് 2 പവർ -1 2 പവർ -2 2 പവർ -3. ഓക്കെ, -1 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പവർ -1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1/2 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പൊ 2 പവർ -2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 1 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ 1/2 ആണ്, ഇവിടെ ആസ് യൂഷ്വൽ 0 ആണ്, ഇവിടെ എന്താണ് ഇവിടെ വരുന്നത് 1/8 ആണ്. ഓക്കെ, ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിന് നമ്മൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സോറി, നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് നമ്മൾ ഇവിടെ എന്താണ് സെയിം ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ വരുന്നത് 625 ആണ് കേട്ടോ. 0.625 ആണ്. ഇവിടെ നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 0 പ്ലസ് 1. അപ്പൊ നമുക്ക് കിട്ടുന്നത് 29, റൈറ്റ്. 29 ആണ് വരുന്നത്. ഫൈൻ. അപ്പോൾ എന്താണ് ഇതിന്റെ ആൻസർ 29.625 എന്താണ് ഇവിടെ നമ്മൾ അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഫൈൻ. ഇതാണ് എന്ത് ഈ ഇങ്ങനെ ഈ പോയിന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസൈസ്. ഓക്കെ, ഒരു ഭാഗത്തിന് സംശയം വരാനൊന്നും ഇല്ല ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവശ്യം ഉണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാവും. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ബൈനറി ടു ഡെസിമലില് നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തു. ഫൈൻ. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യേണ്ട മെത്തേഡ് ഡെസിമൽ ടു ഒക്ടൽ ആണ്. ഓക്കെ, ഇതും നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം 137 ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താണ് ചെയ്യുക നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്തല്ലോ 137 ഇവിടെ ഇരുന്നു, സോറി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് മൂന്ന് സെക്ഷൻ ആക്കാണ്. ഇവിടെ എന്ത് ചെയ്യുക 8 കൊടുക്കുക. ഓക്കെ, നമ്മൾ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു അവിടെ 2 ആയിരുന്നു കൊടുത്തത് അല്ലെ. ഇവിടെ ഇപ്പം ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുക നമ്മൾ 8 കൊടുക്കുക. ഫൈൻ. അത് കൊടുത്തതിന് ശേഷം എന്താണ് എത്ര ഇൻറ്റു പിന്നെ 8 ഇൻറ്റു എത്രയാണ് 137. അപ്പൊ നമുക്ക് ജസ്റ്റ് 17 കൊടുത്തു കഴിഞ്ഞാൽ 136 ഇപ്പൊ 1 റിമൈൻഡർ വരും. ഓക്കെ, പിന്നെ വീണ്ടും 8 കൊടുക്കുക. പിന്നെ എന്താണ് 8 2 16 ആണ്, റൈറ്റ്. ഇവിടെ 1 വരും, റൈറ്റ്. അപ്പം ഇവിടെ 2 വന്നു. 2 എന്ന് പറയുമ്പോൾ 8നേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, റൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാൻ നേരത്തെ പോലെ തന്നെ ഇതിങ്ങനെ മുകളിലോട്ട് പോവാം. ഫൈൻ. ഇപ്പൊ എത്രയായിരിക്കും 211. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇതിന്റെ ഒക്ടൽ വാല്യൂ കിട്ടി. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഒക്ടൽ ടു ഡെസിമൽ ആണ്. ഓക്കെ, ഇവിടെ എന്താണ് ഇത് സെയിം നമ്മൾ നേരത്തെ ചെയ്തതിന്റെ വേറെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹെഡിങ് കൊടുത്തിട്ട് ഇവിടെ വേറൊരു മെത്തേഡാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം 211 നേരത്തെ കിട്ടിയ ആൻസർ നമുക്ക് എടുക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം
ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്ടൽ ടു ഡെസിമൽ എന്നുള്ള ഒരു പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 1 1 എന്ന് കൊടുക്കുക. പക്ഷെ ഇവിടെ എന്താണ് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ എന്താണ് ഒക്ടൽ എന്ന് പറയുമ്പോൾ ഒക്ടലിന്റെ വാല്യൂ എത്രയാണ്? 8 ആണ്, റൈറ്റ്? അപ്പം ഈ 8 നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ശേഷം ഇട്ട് കൊടുക്കുക 1 into 8. ഓക്കെ, അതുപോലെ പിന്നെ വരുന്നതാണ് എന്ത് ഈ ഇവിടെ 1 into 8 2 into 8. ഓക്കെ, ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? പ്ലസ് കൊടുക്കുക. പിന്നെ വേറെ ചെറിയൊരു പണിയും കൂടിയുണ്ട്. ഇവിടെ എന്താണ് ഇതിൻ്റെ പവർ ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഫൈൻ. അപ്പം ഇവിടെ എന്താണ് 8 പവർ 0 8 പവർ 1 8 പവർ 2 കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അതൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ 128 പ്ലസ് ഇവിടെ 8 പ്ലസ് 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 137 എന്നുള്ളൊരു ആൻസർ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ഇതിന് തന്നെ വേറൊരു ക്വസ്റ്റൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 44 8. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ 4 4. ഓക്കെ, ഇവിടെ എന്താണ്? ആദ്യം നമ്മൾ 8 ഇട്ട് കൊടുക്കുന്നു, അതിൻ്റെ പ്ലസ് ഇട്ട് കൊടുക്കുന്നു, ശേഷം വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 32 പ്ലസ് 4, അപ്പോൾ എത്രയാണ്? 36, റൈറ്റ്? ഓക്കെ, ഇവിടെ 137 കിട്ടി, ഇവിടെ 36 കിട്ടി. ഇതാണ് ഈ പറയുന്ന ഒക്ടൽ ടു ഡെസിമൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്? ഹെക്സാ ടു ഡെസിമൽ നമ്മൾ ഈ രീതിയിൽ തന്നെ. അപ്പോൾ ഇതിനെ കൂടെ തന്നെ ഞാൻ ചെയ്തു തരാം. ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ അത് ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഹെക്സാ ടു ഡെസിമൽ, ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം 14 അതിൻ്റെ ബേസ് വാല്യൂ 16 ആണ്. അത് എന്ത് ചെയ്യണം? നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 എടുക്കുന്നു, ഇവിടെ 4 എടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ഇവിടെ ഇൻറ്റു എത്രയാണ്? നേരത്തെ 8 ആണ്, പക്ഷെ ഇവിടെ എത്രയാണ്? 16 ആണ്. ഇവിടെ 16 ആണ്, നടുക്ക് പ്ലസ് ആണ് 0 1. ഓക്കെ, അത് എത്രയാണ്? 16 പ്ലസ് 4, അതായത് 20. അപ്പം ഹെക്സാ ടു ഡെസിമലും അതുപോലെ തന്നെ ഒക്ടൽ ടു ഡെസിമലും എന്താണ്? ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾ അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലോ അങ്ങനെ എഴുതി വെക്കാം കേട്ടോ. അതിന്റെ രണ്ടിന്റെയും ഫോർമാറ്റ് എന്താണ്? സെയിം ആണ് കേട്ടോ. ഒക്ടൽ ടു ഡെസിമലും ഹെക്സാ ടു ഡെസിമലും ഇതിന്റെ രണ്ടിന്റെയും മെത്തേഡ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലോ ബുക്കിന്റെ റൈറ്റ് സൈഡിലോ ആയിട്ട്. ഓക്കെ, ഇനി നമ്മൾ വിട്ടുപോയ എന്താണ്? ലാസ്റ്റ് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ ഉണ്ട് അല്ലെ? അത് നേരത്തെ നമ്മൾ ചെയ്ത ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അതോടുകൂടി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തു കേട്ടോ. ഇനി വേറെ മിസ്സായിട്ടുള്ള ഭാഗങ്ങളൊന്നും ഇല്ല. കോമ്പിനേഷൻസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. എന്താണ് ഡെസിമൽ ടു ഹെക്സ? ഓക്കെ, ഇത് നമ്മൾ ആ ഒരു 3 ബോക്സ് ആക്കിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, സെയിം തന്നെയാണ്. ഇപ്പം 20 ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 20 കൊടുക്കുന്നു, ബോക്സ് ആക്കുന്നു. ഓക്കെ, ഇവിടെ എന്താണ്? 16 ആയിരിക്കും. അപ്പം 16 1s are 20 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 4 വരികയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? 16 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന് നെക്സ്റ്റ് ശേഷം എന്താണ്? ഇവിടെ നമ്മൾ എന്താണ്? ഈ 1 ഇവിടെ ബാക്കി വരുന്ന വാല്യൂ ആണ്, റൈറ്റ്? അപ്പം ഈ 1ഉം 4ഉം. ഓക്കെ, അപ്പം എന്താണ്? 14 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇതാണ് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ എന്നുള്ള ഭാഗത്ത് വരുന്നത്. ഫൈൻ. അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ ഈ പറയുന്ന നമ്പർ സിസ്റ്റം അതിന്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പല മെത്തേഡ്സുകൾ ഉണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഗൂഗിളിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കൺവേർഷൻ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇനി നിങ്ങൾക്ക് PYQs ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്താണ്
ഈ പറയപ്പെടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അത് ആ വീഡിയോസ് കണ്ടതിന് ശേഷം പ്രോബ്ലംസ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കണം. പ്രാക്ടീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ എന്നോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. So that's all about today's session. So we'll see you on the next session. Till then, bye and thanks everyone.